വാർത്തയിലേക്ക്. തിരുവനന്തപുരം ബാലരാമപുരത്തെ മതപഠനശാലയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. അസ്മിയെ അന്വേഷിച്ച് മദ്രസയിലെത്തിയ മാതാവിനെ അസ്മിയെ കാണാൻ അനുവദിച്ചില്ലെന്നാണ് പരാതി. 2 മണിക്കൂറിന് ശേഷം മകളെ കാണാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ബഹളം വെച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ലൈബ്രറിയിൽ മകളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. കാണാൻ വേണ്ടി താല്പര്യപ്പെട്ടപ്പോൾ അകത്ത് നിന്ന് ഉസ്താദുമാർ ആ സമയത്ത് കാണിച്ചു കൊടുക്കാൻ സമയം എടുത്തിട്ടില്ലായിരുന്നു. ഈ അമ്മയുടെ അമ്മയും ചോദിക്കുമോ എൻ്റെ മകളെ എങ്ങൊന്ന് കാണിച്ചതാന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ മകളെ കാണിച്ചു കൊടുക്കുന്നില്ല. അമ്മയുടെ അമ്മ അകത്തോട്ട് ചാടി സൗണ്ട് ഉണ്ടാക്കി കയറിപ്പോയി. മകളെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് മകൾ തൂങ്ങി നിൽക്കുന്നൊരു വ്യവസ്ഥ ഈ അമ്മയുടെ അമ്മ കാണുകയായിരുന്നു. എന്ത് കാരണം കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ ബോഡി അഴിച്ചു താഴെ ഇട്ടു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഫസ്റ്റ് സ്റ്റേജ് എന്ത് കാരണത്തിൽ കൊടുത്തിട്ടില്ല? എന്തുകൊണ്ട് അത് ഹോസ്പിറ്റൽ സംബന്ധം അന്വേഷിച്ചിട്ടില്ല? ഇതാണ് നമ്മുടെ ഇത്. മകൾ കുളിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതും വെയിറ്റ് ചെയ്തിട്ടാണ് 1.5 മണിക്കൂർ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്. ഈ അകത്ത് എൻ്റെ മകൾ ഈ കുളിമുറിക്കകത്തിരുന്ന എൻ്റെ മകൾ എങ്ങനെ ലൈബ്രറിക്കകത്ത് വന്ന് ഈ തൂങ്ങിയ വ്യവസ്ഥയിൽ നിൽക്കുന്നു? ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്, അതൊന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ വിഷയം, ഞങ്ങളുടെ മകൾ ഇതുപോലെ ബോഡി കൊണ്ട് സ്വന്തം അമ്മ മകളെയും കൊണ്ട് മടിയിൽ വച്ച് ഓട്ടോറിക്ഷയുടെ മടിയിൽ വച്ച് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ചോദിച്ചു പോവാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചുകൊണ്ടോ അങ്ങനെ പോകുന്ന സമയത്ത് പോലും ഈ അധികൃതർ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഫസ്റ്റ് സ്റ്റേജ് എന്ത് കൊണ്ടുപോയില്ല? ആംബുലൻസ് ഇല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ബോഡി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇൻഫർമേഷൻ ചെയ്യേണ്ടത് അടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല? വിവരങ്ങളുമായി ഐശ്വര്യാനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, ഗുരുതര ആരോപണമാണ് പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഒപ്പം എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതും വിശദീകരിക്കാമോ? ധന്യ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ 17-കാരിയായ അസ്മിയ ബാലരാമപുരത്തെ മതപഠനശാലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ഈ അന്വേഷണം, അതായത് എന്താണ് സംഭവിച്ചത് തുടങ്ങി ഇവരുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ സമീപിച്ചതും. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം തന്നെ രംഗത്തെത്തുന്നത്. കാരണം ഈ കഴിഞ്ഞ മെയ് 2-ാം തീയതിയാണ് അസ്മിയ അവധിക്ക് ശേഷം തിരികെ ഈ മതപഠനശാലയിലേക്ക് പോയത്. ഈ അവധിക്ക് വന്നപ്പോഴും ചെറിയ പരാതികൾ ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. പ്രധാനമായും ആ കുട്ടിയെ ഒറ്റപ്പെടുത്തുകയും ഒപ്പം തന്നെ മാനസികമായി സമ്മർദ്ദം ചെലുത്തുകയും തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ കുട്ടി പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ മെയ് 2-ാം തീയതിയാണ് ഈ അവധിക്ക് ശേഷം ഈ കുട്ടി തിരിച്ച് ഈ മതപഠനശാലയിലേക്ക് പോകുന്നത്. അതിനുശേഷം പിന്നീട് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്റെ മാതാവിനെ വിളിച്ചിട്ട് തനിക്ക് അമ്മയെ കാണണം എന്നുള്ള ആവശ്യം ഈ കുട്ടി മുന്നോട്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കുട്ടി കരയുന്നുണ്ടായിരുന്നു എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഇവർ ഉടൻ തന്നെ, അതായത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനിടയിൽ തന്നെ ഇവർ തിരിച്ച് ഈ മതപഠനശാലയിലേക്ക് എത്തുകയും തങ്ങളുടെ മകളെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ആവശ്യം അധികൃതർ നിഷേധിക്കുകയായിരുന്നു. കാരണം കുട്ടി കുളിക്കുകയാണ്, നിങ്ങൾ ദയവായി കാത്തിരിക്കണമെന്ന് ആദ്യം തുടക്കത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ 2 മണിക്കൂറിന് ശേഷവും കുട്ടിയെ കാണാൻ അനുവദിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ഈ മാതാവ് തന്നെ രംഗത്തെത്തിയത്. മകളെ കാണണമെന്ന് ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തു. തുടർന്നാണ് ഈ മകൾ മരിച്ച നിലയിൽ ലൈബ്രറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴും കുടുംബം പല രീതിയിലുള്ള സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കുളിക്കുകയായിരുന്ന മകൾ എങ്ങനെയാണ് ലൈബ്രറിയിൽ എത്തിയത്, അവിടെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്? 2 മണിക്ക് തങ്ങളെ വിളിക്കുമ്പോൾ പോലും ഈ കുട്ടി ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഇത് ആത്മഹത്യ തന്നെയാണോ എന്നുള്ള ഒരു സംശയവും കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം 17-കാരിയാണ്, അതൊരു മതപഠനശാലയാണ്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി അറിയണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അവർക്ക് സംഭവിച്ചത്, അതായത് ഈ അസ്മിയയ്ക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ കുടുംബം നമ്മളോട് പങ്കുവച്ചു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ആത്മഹത്യ എന്ന് പറയുമ്പോഴും അതിനുശേഷം ഈ മൃതദേഹവുമായി അല്ലെങ്കിൽ ഈ കുട്ടിയുമായി തിരിച്ച് ആശുപത്രിയിലേക്ക് പോകാനോ ഒന്നും ഈ അധികൃതർ ആരും സഹായിച്ചില്ല എന്നുള്ളത് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം
ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ പോലീസ് അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്, അത് തൃപ്തികരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് വിശദമായ അന്വേഷണം വേണം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കപ്പെടരുത്. എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്, ഒപ്പം തന്നെ അങ്ങനെ ആരെങ്കിലും മാനസികമായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്നതിന് കൃത്യമായ ഒരു മറുപടി വേണം. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല. കാരണം 40ഓളം കുട്ടികൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ യാതൊരുവിധ CCTVയോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ തുടങ്ങി ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല തുടങ്ങിയ ആരോപണങ്ങളാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം മുന്നോട്ട് വരുമ്പോൾ ഈ വിഷയം ഈ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു മതപഠനശാലയിൽ ഒരു 17കാരി മരിച്ച സംഭവം ഗുരുതരമായി തന്നെയാണ് കാണുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് വാർത്താസമ്മേളനം വിളിക്കുകയും ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിൽ മദ്രസ കേന്ദ്രീകരിച്ച പീഡനവും ഭീകരവാദ പ്രവർത്തനവും നടക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് VV രാജേഷ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് തങ്ങളുടെ പക്കൽ തെളിവുകൾ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് കൃത്യമായ ഒരു അന്വേഷണം സംസ്ഥാന സർക്കാർ വിശദമായി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തണമെന്നുള്ള ആവശ്യവും VV രാജേഷ് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഇനി സർക്കാർ എന്തെങ്കിലും തീരുമാനമെടുക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ കണ്ടറിയാം. അസ്മിയയുടെ മരണത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണമെന്നത് തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം. ശരി, ഇതിൽ എന്ത് അന്വേഷണത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇതിനൊരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കുകയോ? കാരണം നമുക്കറിയാം വർഷങ്ങളായിട്ട് ഈ സംഭവങ്ങൾ തുടരുന്നുണ്ട്, സമീപകാലങ്ങളിലെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രയധികം മത പഠന കേന്ദ്രങ്ങളിലും മദ്രസകളിലും ഒക്കെ പീഡന പരാതികൾ വന്നെങ്കിലും എത്രത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൽ ഒരു കണക്കുമില്ല. ഈ വരുന്ന കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു രീതിയിലേക്ക് അതിനെ മാറ്റേണ്ടതില്ലേ? സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ലേ? എന്ത് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ധന്യ, സ്വാഭാവികമായും ഈ വിഷയം ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പരാതികൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു 17കാരി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുമ്പോൾ മാനസികമായ പീഡനം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാർ ആരാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരം വേണം എന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എങ്കിൽ പോലും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഏതെങ്കിലും പോയിന്റിൽ സംഭവിച്ചാൽ ഏതറ്റം വരെയും അസ്മിയയ്ക്ക് നീതി ഉറപ്പാക്കാൻ പോകുമെന്ന് കുടുംബം ഇന്ന് ന്യൂസ് 18നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒപ്പം തന്നെ രാഷ്ട്രീയമായി ഈ വിഷയം BJP കൂടി ഏറ്റെടുത്തതോടെ സർക്കാർ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു 17കാരിയായ പെൺകുട്ടിയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ ഒരു അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഒപ്പം തന്നെ BJP മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം, ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിലൊരു നടപടി വേണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഈ ബാലരാമപുരത്തെ കേസിൽ ഇനി എന്താണ് പോലീസിന്റെ നടപടി എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശനിയാഴ്ചയാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുതര ആരോപണങ്ങളുമായി കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP ബാലരാമപുരം പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ പോലീസിന്റെ സമീപനം ശരിയല്ല, അവർ കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം BJPയും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധിച്ച് BJP പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കം വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലേക്ക് ഈ കേസ് ചെന്നെത്തും എന്നതും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അസ്മിയയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ശരി ഐശ്വര്യ, ഞാൻ തിരിച്ചെത്താം. ഈ മതപാഠശാലയിലാണ് 17 വയസ്സുകാരി മരിച്ചത്. ഈ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവരുടെ വാക്കുകളിലേക്ക്. വേണ്ടി താല്പര്യപ്പെട്ടപ്പോൾ അകത്ത് നിന്ന് ഉസ്താദുമാർ ആ സമയത്ത് കാണിച്ചു കൊടുക്കാൻ സമയമെടുത്തിട്ടില്ലായിരുന്നു. ഈ അമ്മയുടെ അമ്മയും ചോദിക്കുമോ എൻ്റെ മകളെ എങ്ങുമെന്ന് കാണിച്ചതാന്ന് ചോദിക്കുമ്പോൾ ദൂരെ മകളെ കാണിച്ചു കൊടുക്കുന്നില്ല. അമ്മയുടെ അമ്മ അകത്തോട്ട് ചാടി സൗണ്ട് ഉണ്ടാക്കി കയറിപ്പോയി. മകളെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് മകൾ തൂങ്ങി നിൽക്കുന്നൊരു വ്യവസ്ഥ ഈ അമ്മയുടെ അമ്മ കാണുകയായിരുന്നു. എന്ത് കാരണം കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ ബോഡി അഴിച്ചു താഴെ ഇട്ടു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഫസ്റ്റ് സ്റ്റേജ് എന്ത് കാരണത്തിൽ കൊടുത്തിട്ടില്ല? എന്തുകൊണ്ട് അത് ഹോസ്പിറ്റൽ സംബന്ധം അന്വേഷിച്ചിട്ടില്ല? ഇതാണ് നമ്മുടെ ഇത്. മകൾ കുളിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതും വെയിറ്റ് ചെയ്തിട്ടാണ് 1.5 മണിക്കൂർ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്. ഈ അകത്ത് എൻ്റെ മകൾ കുളിമുറിക്കകത്തിരുന്ന എൻ്റെ മകൾ എങ്ങനെ ലൈബ്രറിക്കകത്ത് വന്ന് ഈ തൂങ്ങിയ വ്യവസ്ഥയിൽ നിൽക്കുന്നു?
ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്, അതൊന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ വിഷയം, ഞങ്ങളുടെ മകൾ ഇതുപോലെ ബോഡി കൊണ്ട് സ്വന്തം അമ്മ മകളെയും കൊണ്ട് മടിയിൽ വച്ച് ഓട്ടോറിക്ഷയുടെ മടിയിൽ വച്ച് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ചോദിച്ചു പോവാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചുകൊണ്ടോ അങ്ങനെ പോകുന്ന സമയത്ത് പോലും ഈ അധികൃതർ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ഫസ്റ്റ് സ്റ്റേജ് ചെയ്തിട്ട് കൊണ്ടുപോയില്ല. ആംബുലൻസ് ഇല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ബോഡി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇൻഫർമേഷൻ ചെയ്യേണ്ടത് അടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല? ഈ സംഭവത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് ബിജെപി. തിരുവനന്തപുരം ജില്ലയിൽ മദ്രസ കേന്ദ്രീകരിച്ച് പീഡനവും ഭീകരവാദ പ്രവർത്തനവും നടക്കുന്നുവെന്നും ആരോപണമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം. സംഭവത്തിൽ ബാലരാമപുരം പോലീസിന്റെ ഇടപെടൽ സംശയാസ്പദമാണെന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് വ്യക്തമാക്കി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മന്ത്രിസ്ഥാനം PCC അധ്യക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു നിർദ്ദേശം AICC നൽകാനുള്ള സാധ്യതയുണ്ടോ? AICC ആദ്യം മുന്നോട്ട് വെക്കാൻ പോകുന്ന ഫോർമുല ചിലപ്പോൾ 50-50 എന്നായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോർമുലയായിട്ടായിരിക്കാം പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം പോലും വിട്ടുകൊടുക്കാൻ DK ശിവകുമാർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കലും ഏറ്റെടുക്കേണ്ട സാധ്യത കുറവായിരിക്കും. തന്നെ ഈ രണ്ടുപേരെയും പിന്നെ പുതിയൊരു PCC അധ്യക്ഷനെ കൊണ്ടുവരാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുമെന്നുള്ളത് ഈ സംസ്ഥാനത്തെക്കാൾ നിർണായകമായ പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ വളരെ കൃത്യമായി ചലിപ്പിച്ച ശിവകുമാർ തന്നെ ആ സ്ഥാനത്ത് തുടരണം എന്നുള്ളതാവാം അദ്ദേഹത്തിന്റെ സ്ഥാനം. എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള നമ്മുടെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നുള്ള സൂചന അനുസരിച്ച് എന്തെങ്കിലും ഫോർമുലയുണ്ടെന്ന് ഹൈക്കമാൻഡ് സമ്മതിക്കുന്നില്ല, സ്വാഭാവികം. ഇനി ഫോർമുല ഉണ്ടെങ്കിൽ പോലും അത് പ്രഖ്യാപിക്കില്ല എന്നുള്ള സൂചനയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഫോർമുല ഉണ്ടാവാം, ഫോർമുല പറഞ്ഞ് ഇവരെ അനുനയിപ്പിച്ചാലും ഒരു ഔപചാരിക പ്രഖ്യാപനം ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, ഞാനത് ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തു എന്നാണ് നമ്മുടെ ലേഖകരോട് DK ശിവകുമാർ പറയുന്നത്. രോഹിണി, ഒരു ഫോർമുല തയ്യാറായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണല്ലോ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അതായത് ആദ്യ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം സിദ്ധരാമയ്യയും പിന്നീട് DK ശിവകുമാറും. പക്ഷെ DK ശിവകുമാർ ഇതിന് വഴങ്ങുമോ എന്നുള്ളത്, സിദ്ധരാമയ്യെ പൂർണ്ണമായി തഴഞ്ഞ് ശിവകുമാറിനെ മുഴുവൻ സമയ മുഖ്യമന്ത്രിയായി തുടക്കത്തിൽ തന്നെ അവരോധിച്ചാൽ അത് പാർട്ടിയിലും ജനങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം, റിയാക്ഷൻ എന്താവും? എന്താണ് രോഹിണി അറിയുന്ന വിവരങ്ങൾ? ഞാനിപ്പോ കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോ പറഞ്ഞത് ഒരു 50-50 ഫോർമുല ആണ് ഹൈക്കമാൻഡും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് സിമ്പിൾ റീസൺ, കാരണം ലോക്സഭ ഇലക്ഷൻ 2024 ലോക്സഭ ഇലക്ഷൻസ് ആണ്. ഈ 5 പ്രോമിസസ് കോൺഗ്രസ് പറഞ്ഞപ്പോ 5 പ്രോമിസസ് ദേ ഹാവ് മേഡ്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്. ബിക്കോസ് the BJP attacked the Congress saying that they gave these promises but did not show that in Himachal Pradesh or in other states that they won. So adina vendi or administrator immediate aayittu vendi varum. Appo ada 50 appo Siddaramaiya he is the most capable, but the contribution of DK Shivkumar cannot be this thing at this point of time. So adana DK Shivkumar balance cheyan deputy chief minister alla chief minister aayittu 30 months Siddaramaiya 30 months DK Shivkumar inde formula aanu ipo suggest cheyidam, because that is the only peaceful way things can work out. If you give the decision to the legislators, MLAs in the kind of decision കൊടുത്തെങ്കിൽ അവർ സിദ്ധരാമയ്യന്റെ ഫേവറിൽ വോട്ട് ചെയ്യും. But if it is given in the high command hands, അത് സോണിയ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആൻഡ് ഖർഗെ, they are more favorable to ശിവകുമാർ. ഒരു ബാലൻസ് വേണമെങ്കിൽ അത് രണ്ടുപേരും 50-50 ആയിട്ട് കൊടുക്കാനാണ് ഒരു പ്ലാൻ. മാത്രമല്ല, if Siddaramaiya is not given the post and DK Shivkumar is given the post, there will be a revolt within the Congress. Factionalism varum Congress split varan chance undu, because DK Shivkumar is a loyal Congress worker. Angere shift cheyala, he will not break. But Siddaramaiya has come from the Janata Parivar. Chances undu that to show that he is more powerful, adu split varan chance undu. Adu ee samayathil Congress experiment cheyan pattilla, they can't take that risk. അതിനു വേണ്ടി ഈ കോമ്പിനേഷൻ ഓഫ് 50-50 ഇത് വരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധരാമയ്യ ഇപ്പോൾ ഡൽഹി ഈസ് ഓൺ ഹിസ് വേ ടു ഡൽഹി, ബട്ട് DK Shivkumar ബാംഗ്ലൂരിലാണ്. End of the day, I think the formula that best suits right now for the Congress is to balance it out between both the leaders as they go to the 2024 elections, hoping that the Congress will do better, because they only have 2 MPs right now. They want to better it to 10 when they go to elections. Right. രോഹിണി, രാഗേഷ് കൊള്ളാം, 50-50 ഫോർമുല ആർക്കും പരാതിയില്ലാതെ പരിഹരിച്ചു എന്ന് പറയാം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. DK ശിവകുമാർ ലോയൽ,
ഒരിക്കലും ഹൈക്കമാൻഡ് പറയുന്നതിനപ്പുറത്തേക്ക്, അത് ഹൈക്കമാൻഡ് AICC പ്രസിഡന്റ് മാറിയാലും ഗാന്ധി കുടുംബത്തോടുള്ള അചഞ്ചലമായ കൂറ് എന്നും കാണിച്ചിട്ടുള്ള നേതാവാണ് DK ശിവകുമാർ. പക്ഷേ ഒരു ജനതാ ഒരു ബാക്ക്ഗ്രൗണ്ടുമായി വരുന്ന സിദ്ധരാമയ്യയെക്കുറിച്ച് അങ്ങനെ ഉറപ്പിച്ച് പറയാനാവില്ല. ഇത്രയും വലിയൊരു വിജയം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് മുന്നിൽ നിന്ന് നയിച്ചിട്ടും അതിനുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ കരുത്ത് കാട്ടാൻ സിദ്ധരാമയ്യ മുതിർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രശ്നത്തിലാവും. ഇതൊക്കെ പറയുമ്പോഴും ഈ 50-50 കോൺഗ്രസ് വേണം. കേരള കോൺഗ്രസ് നമ്മളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF പാളയത്തിൽ മടക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസ്. ഈ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത നേതാവാണ് KM മാണി. മാണി സാറിന്റെ ഓർമ്മയും മാണി സാറിന്റെ ചൈതന്യവും ഈ UDFന് ആവശ്യമാണ്. K. സുധാകരൻ അഭിപ്രായം ആദ്യം പറഞ്ഞത് News 18. UDFോടൊപ്പം നിൽക്കേണ്ടവരാണ്, LDFിൽ പോകേണ്ടവരല്ല. ഈ മുന്നണി KM മാണി സാറിന്റെ കോൺട്രിബ്യൂഷനാണ് എന്ന് ഓർമ്മ വേണം. ജോസ് കെ മാണിയും നിലപാട് പറഞ്ഞത് News 18-ലൂടെ. ഇപ്രകാരമുള്ള അഭിപ്രായ പ്രകടനത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. KPCC അധ്യക്ഷന് അദ്ദേഹത്തിന്റെ മുൻഗാമികളെ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ മനസ്സിലാക്കുന്നു. KPCC പ്രസിഡന്റിന്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രസക്തിയും കാണുന്നില്ല. കർണാടക മുഖ്യമന്ത്രി ആരുന്നതിൽ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ. സിദ്ധരാമയ്യ ഡൽഹിയിലെത്തി. DK ശിവകുമാർ ഉടൻ ഡൽഹിയിലെത്തും. തന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് 135 സീറ്റ് നേടിയതെന്നും മറ്റ് കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും DK ശിവകുമാർ പ്രതികരിച്ചു. I don't know what time I will be leaving to Delhi. Whichever the flight is available, I will take it and go. One thing I would like to tell, we have passed a single line resolution leaving to the High Command. We have, under my leadership, 135 MLAs. All of them with one voice have said that the matter will be left to the High Command. മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് G. പരമേശ്വരയുടെ അനുയായികളും രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ച ചോദ്യത്തിന് MB പാട്ടീലിന്റെ മറുപടി. മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഇവിടെ ഒരു സിദ്ധരാമയ്യയോ ഇല്ലെങ്കിൽ DK ശിവകുമാറോ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റാളുകളും ഇതിൽ ആവശ്യവുമായി മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായി വരുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ കയ്യിലാണ് തീരുമാനങ്ങൾ ഉള്ളത്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അഭിപ്രായങ്ങൾ വളരെ നിർണായകമാണ്. എന്താണ് കർണാടകയിൽ നടക്കുന്നത്? ഡൽഹിയിലെ ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? മുഖ്യമന്ത്രിയാകണം എന്ന ആവശ്യം ഒന്നിലധികം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് കർണാടകയിൽ. G. പരമേശ്വരയുടെ ഭാഗത്തുനിന്നുണ്ട്, DK ശിവകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇതിലൊക്കെ റേസിൽ ഏറ്റവും ഒടുവിൽ ഈ രണ്ട് പേരുകൾ മാത്രമേ പരിഗണിക്കപ്പെടൂ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഞങ്ങളിപ്പോൾ DK ശിവകുമാറിൻ്റെ വീട്ടിൽ ബാംഗ്ലൂരുവിൽ തർക്കം നടക്കുന്നു. ത്രികോണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിദ്ധരാമയ്യയും DK ശിവകുമാറും മാത്രമല്ല, ഇനി എന്തായാലും നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണ്. ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം ഇന്നോ ഇല്ലെങ്കിൽ നാളെയോ എന്തായാലും വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. DKയ്ക്കും സിദ്ധരാമയ്യയ്ക്കുമായുള്ള സമ്മർദ്ദമുണ്ട്. പരമേശ്വര അനുയായികളും രംഗത്തെത്തിയതോടെ ഒരു ത്രികോണ മുഖ്യമന്ത്രിയാകാനുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. എന്തായിരിക്കും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്നതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കർണാടക ജനങ്ങളും. മനു ഭരത് വീണ്ടും ചേരുന്നു. മനു, തുടർന്നോളൂ. ഞാനിപ്പോൾ ഈ DK ശിവകുമാറിന്റെ വീട്ടിലാണുള്ളത്. ഇവിടെ നേരം വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. കേക്ക് മുറിക്കലും അത്തരം ആഘോഷങ്ങൾക്കുണ്ടായി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത് തനിക്ക് 135 MLA തന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കി കാര്യങ്ങൾ ഹൈക്കമാൻഡിനാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡിനെ തന്നെ കാണണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. 135 MLA-മാർ ആർക്കൊപ്പം നിൽക്കും എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമാക്കിയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകണം എന്നാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇത് വൈകി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ DK ശിവകുമാറിന് പിന്തുണർപ്പിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകർ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെട്ടതാണ്
എന്ന വാദം ഇവിടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി തർക്കത്തിൽ ആദ്യമായിട്ടാണ് ഒരു അതൃപ്തി DK പരസ്യമാക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ സിദ്ധരാമയ്യ കൊണ്ടുവന്ന ഫോർമുല 2 വർഷം സിദ്ധരാമയ്യ പിന്നീട് 3 വർഷം DK എന്നുള്ള ആ ഫോർമുല ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അതിൽ താൻ തൃപ്തനല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ആദ്യമായി പറഞ്ഞിരിക്കുന്ന പരസ്യമായിട്ടുള്ള DKയുടെ വാക്കുകളും. അപ്പോൾ രാവിലെ പോകുന്നില്ല ഡൽഹിക്ക് എന്ന് പറഞ്ഞ DK ഇപ്പോൾ വൈകിട്ട് പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്കും എത്തുന്നു. അപ്പോൾ കൂടുതൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ടാസ്കിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിൽ കാലതാമസം വരുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതെ, ഇതിൽ ഈ കാലാവധി പങ്കിട്ടെടുക്കുന്ന കാര്യം പല ഘട്ടങ്ങളിൽ ചർച്ചയായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അതിനെ ശക്തിയുക്തമായി തന്നെ DK എതിർക്കുകയാണ്. അതിൽ ആദ്യത്തെ കുറച്ചു കാലം സിദ്ധരാമയ്യക്ക് വിട്ടുകൊടുത്ത് പിന്നീട് ഈ സ്ഥാനം DKക്ക് നൽകാമെന്ന വാദം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അണികൾ വ്യക്തമാക്കുന്നത്. DKക്കും ഏതാണ്ട് ആ നിലപാട് തന്നെ. ഇത് അദ്ദേഹത്തെ അതിൽ അധികരിപ്പിക്കാൻ കോൺഗ്രസിന് വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. DK ഒരു കാര്യത്തിൽ വലിയ ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുന്നു. അത് ഈ ഹൈക്കമാൻഡിലാണ്. സോണിയാഗാന്ധി അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളെ കുറിച്ച് അറിയാം. BJP സർക്കാരിന്റെ വേട്ടയാടലുകൾക്ക് ഇരയായ കാര്യം അറിയാം. ഇതൊക്കെ പരിഗണനയ്ക്ക് എടുക്കുമെന്നാണ് DK കരുതുന്നത്. അങ്ങനെ തന്റെ പേര് ഈ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നതാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുന്നത്. പക്ഷെ അതിന്റെ പിന്തുണ MLA-മാർക്കുണ്ടോ എന്നതാണ് കാര്യം. ഏതായാലും ഈ തർക്ക വിഷയം MLA നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധ കോൺഗ്രസ് എടുത്തിരുന്നു. ഒറ്റ റെസൊല്യൂഷൻ കൊണ്ടാണ് ആ പ്രതിസന്ധിയെ കോൺഗ്രസ് മറികടന്നത്. അന്തിമ തീരുമാനം എടുക്കാൻ അത് ഹൈക്കമാൻഡിന് വിടുന്നു എന്ന റെസൊല്യൂഷൻ വഴി ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഒരു തർക്കം കോൺഗ്രസ് കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ രമ്യമായ ഒരു പരിഹാരത്തിനുള്ള ഫോർമുല എന്ത് എന്നത് ഇനിയും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. ഇതിപ്പോൾ ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇവർ രണ്ടുപേരും ഡൽഹിയിൽ ശേഷം അവരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക. അത് അനുകൂലമല്ലാത്ത സാഹചര്യം വന്നാൽ കർണാടകയിൽ അത് കോൺഗ്രസിൽ വലിയ വിള്ളലുകൾക്കും പൊട്ടിത്തെറികൾക്കും വഴിവെക്കും. പല ഘട്ടങ്ങളിൽ ഇവിടെ ആളുകൾ തടിച്ചുകൂടുന്നത് DKയുടെ വീട്ടിലും അതുപോലെ പലയിടങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഈയിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഇതിനെല്ലാം തന്നെ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുല കോൺഗ്രസ് നേതൃത്വം ഈ എല്ലാവരെയും പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇരുചേരികളിലായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ജനത്തെ. ഇന്നലെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ AICC പ്രതിനിധികളുമായി MLA-മാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഈ സിദ്ധരാമയ്യയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കിയ ഒരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമല്ല. പക്ഷേ DK അവിടെ വിജയശില്പിയാണ്. DKയെ ഒഴിവാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും മുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അനുനയിപ്പിക്കാനുള്ള ശ്രമം? ഇപ്പോൾ ഉപമുഖ്യമന്ത്രി എന്നതിലേക്കോ അല്ലെങ്കിൽ 50-50 ചാൻസിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്രത്തോളം സൂക്ഷ്മതയോടെ ഹൈക്കമാൻഡ് കടക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിൽ എന്തായാലും MP പാർട്ടിയിലോ അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആർക്കെങ്കിലുമോ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന ആവശ്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ലിംഗായത്തുകളുടെ ആവശ്യം ശക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പരമേശ്വരൻ പിന്നോക്ക വിഭാഗത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന പരമേശ്വര ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ന്യൂനപക്ഷ സമൂഹവും മുന്നോട്ട് വയ്ക്കുന്നു. അപ്പൊ ഇതെല്ലാം ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ്, ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നതാണ് കോൺഗ്രസ് ഒരു ഫോർമുല എന്ന രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. ഈ കാലാവധി പങ്കിടൽ കോൺഗ്രസിന് മുന്നിൽ ഒരു പോംവഴിയായുള്ളൂ. പക്ഷെ അതിനെ DK ഏതായാലും അംഗീകരിക്കില്ല. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അത് സിദ്ധരാമയ്യയ്ക്ക് സ്വീകാര്യമാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം. അല്ലാത്ത പക്ഷം ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്നാണ് നിലവിൽ വ്യക്തമാകും. ശരി, എന്തായാലും ഹൈക്കമാൻഡിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. കാത്തിരിക്കാം തീരുമാനത്തിനായി. നന്ദി മനു. വിവരങ്ങൾ മധ്യപ്രദേശിലും ഹിമാചലിലും ഛത്തീസ്ഗഡിലും ഇപ്പോൾ രാജസ്ഥാനിലും ഈ 50-50 ഫോർമുല അത് നടപ്പാക്കിയത് കൊണ്ടോ നടപ്പാക്കാത്തത് കൊണ്ടോ കോൺഗ്രസ് അനുഭവിക്കുന്ന ഭരണം കൈവിട്ടുപോയി. രാജസ്ഥാനിൽ ഇനി എന്താവും അറിയില്ല. ഇപ്പോഴും വളരെ സജീവമാണ്. സച്ചിൻ പൈലറ്റ് യാത്ര നടത്തുന്നത് ഛത്തീസ്ഗഡ് അനുഭവം ഉള്ളതുകൊണ്ട് ഈ ഒരു 50-50ലേക്ക് പോകുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം. 50-50 എന്ന് പറയുമ്പോൾ ഊഴം കാത്തിരിക്കുന്ന ഒരാള്, ഊഴം വിട്ടുകൊടുക്കാത്ത ഒരാള്, ഇതൊക്കെ നാളെ എന്താകും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയല്ലേ?
തീർച്ചയായും കാരണം ഇതിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു 2018 രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും 3 തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടന്നത്. അന്ന് ഈ 3 സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യമുണ്ടായി. അതിൽ സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറായി. സിന്ധി പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നാണ് അന്ന് പറഞ്ഞത്. പകരം PCC അധ്യക്ഷ സ്ഥാനവും നൽകാൻ തയ്യാറായി. അങ്ങനെയാണ് സിന്ധ്യ പാർട്ടി വിട്ടു പോകുന്നത്. ഛത്തീസ്ഗഡിലും TS സിംഗ്ദേവും ഒപ്പം തന്നെ ബഘേലും തമ്മിൽ സമാനമായ വടംവലി അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ഭൂപേഷ് ബാഗേൽ തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ഒരു ഫോർമുല വന്നാൽ പോലും അത് കോൺഗ്രസിനുള്ളിൽ കർണാടക കോൺഗ്രസിലുണ്ടാക്കുന്ന ചലനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ 2 വർഷമെന്ന് സിദ്ധരാമയ്യ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും 2 വർഷം കഴിഞ്ഞാൽ എന്ത് നിലപാട് സിദ്ധരാമയ്യ സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം മത്സരിക്കില്ലല്ലോ. ഇതിപ്പോ അവസാനത്തെ മത്സരമാണ് എന്ന് കൂടി പറഞ്ഞല്ലോ. അപ്പൊ മാറിക്കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് എന്തായാലും തീർന്നിട്ടില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അത് ഇനി കർണാടക കോൺഗ്രസിലടക്കം ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അത് വരാനിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഹൈക്കമാൻഡിന് മുമ്പിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ്. കാരണം വലിയ വിജയം 99 ശേഷം അല്ലെങ്കിൽ 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വിജയം സംസ്ഥാനത്ത് നേടുമ്പോൾ അതിന്റെ ശോഭ കെടുത്താതെ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നില്ല. ഇതാ പുതിയ വാർത്ത വരുന്നു. ഈ DK സിദ്ധരാമയ്യ പോര് ഇങ്ങനെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ഇതാ അടുത്ത പോർമുഖം തുടർന്നിരിക്കുന്നു. G പരമേശ്വരയുടെ അനുയായികൾ. G പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണം. ഒരു ദളിത് മുഖ്യമന്ത്രി കർണാടകയ്ക്ക് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തുമക്കൂരു സിറ്റിയിൽ പരമേശ്വരയുടെ അനുയായികൾ ഒത്തുചേർന്നു. അദ്ദേഹത്തിന്റെ ചിത്രവും വഹിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി ദളിത് മുഖ്യമന്ത്രി എന്നുള്ള ആവശ്യവുമായി G പരമേശ്വരയുടെ അനുയായികളും ഇതാ രംഗത്തെത്തിയിരിക്കുകയാണ്. G പരമേശ്വരൻ നേരത്തെ സൂചിപ്പിച്ച 2013 അന്ന് PCC അധ്യക്ഷനായിരുന്നു G പരമേശ്വരൻ. അന്ന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ സമാനമായി ഉയർന്നു കേട്ടൊരു പേരാണ്. പക്ഷേ പരമേശ്വരൻ അന്ന് പരാജയപ്പെടുകയായിരുന്നു സിറ്റിംഗ് സീറ്റായ കൊരട്ടിക്കര മണ്ഡലത്തിൽ. അപ്പോൾ G പരമേശ്വരൻ ഇപ്പോൾ പോലും ഒരു സാധ്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണെന്ന് പറയുന്ന ആളാണ്. MB പാട്ടീലിനെ പോലെ തന്നെ മുഖ്യമന്ത്രിയാവാൻ താൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് പരസ്യമായി പറഞ്ഞ നേതാവാണ്. അപ്പോൾ ഈ പറയുന്ന ഇതിന് പുറമെ സാമുദായിക പരിഗണന കൂടിയൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ G പരമേശ്വരിക്ക് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികൾ നൽകുകയും ചെയ്യാം. പക്ഷേ ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ 2 പേരുകൾ തന്നെയായിരിക്കും പ്രധാനമായി പരിഗണിക്കുന്നത്. ഒന്ന് DK ശിവകുമാർ, 2 സിദ്ധരാമയ്യ. മറിച്ച് ഇപ്പോൾ G പരമേശ്വരൻ അടക്കമുള്ളവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയില്ല. അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടെങ്കിൽ അത്തരം ഒരു പദവി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 50-50 എന്നുള്ളതിൽ നിന്നൊന്ന് മാറ്റിയിട്ട്, അതായത് DK ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം, PCC അധ്യക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു നിർദ്ദേശം AICC നൽകാനുള്ള സാധ്യതയുണ്ടോ? AICC ആദ്യം ഒരുപക്ഷെ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഫോർമുല ചിലപ്പോൾ 50-50 എന്നായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോർമുലയായിട്ടായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം പോലും വിട്ടുകൊടുക്കാൻ DK ശിവകുമാർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കലും ഏറ്റെടുക്കേണ്ട സാധ്യത കുറവായിരിക്കും. തന്നെ ഈ 2 പേരെയും പിന്നെ പുതിയൊരു PCC അധ്യക്ഷനെ കൊണ്ടുവരാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുമെന്നുള്ളത് ഈ സംസ്ഥാനത്തെക്കാൾ നിർണായക. കൊച്ചി പുറംകടലിലെ ലഹരിവേട്ടയിൽ സമാന്തര അന്വേഷണവുമായി NIA-യും ATS-ഉം. സമാന്തര അന്വേഷണം NIA നടത്തും. രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരത സൃഷ്ടിക്കാൻ രാജ്യാന്തര ബന്ധമുള്ള ലഹരി മാഫിയ നീക്കം നടത്തിയതായാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായ സൂചന. കേസിൽ പിടിയിലായ പാകിസ്ഥാൻ പൌരനെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. എറണാകുളം തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇയാളെ ഹാജരാക്കുക. ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇന്ത്യൻ നേവിയുടെ സഹകരണത്തോടെ നടത്തിയ ലഹരിവേട്ടയിൽ 25,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന മെറ്റാഫെറ്റമൈൻ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലാണ് സംഭവത്തിലെ രാജ്യാന്തര ബന്ധം പുറത്തു കൊണ്ടുവരുവാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സമാന്തര വിവരശേഖരണം തുടങ്ങിയിരിക്കുന്നത്. NIA-യുടെയും ATS-ന്റെയും അന്വേഷണ സംഘം NCBയുടെ കസ്റ്റഡിയിലുള്ള പാക് പൗരനെ വിശദമായി ചോദ്യം ചെയ്തതായാണ് വിവരം. ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തെ അസ്ഥിരപ്പെടുത്താൻ രാജ്യാന്തര ലഹരി മാഫിയ നീക്കം നടത്തുന്നതായാണ് കേന്ദ്ര ഏജൻസികളുടെ സംശയം. ഈ പശ്ചാത്തലത്തിൽ കൊച്ചി പുറംകടലിൽ രക്ഷപ്പെട്ട 2 ബോട്ടുകൾ കേന്ദ്രീകരിച്ചും അതിൽ കടന്നുകളഞ്ഞ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും കേന്ദ്ര ഏജൻസികളുടെ സഹകരണത്തോടെ തുടരന്വേഷണം നടത്താനാണ് NCBയുടെ നീക്കം. ബോട്ടിൽ നിന്ന് പിടികൂടിയ ലഹരി മരുന്ന് മുഴുവനായി അളന്നു തിട്ടപ്പെടുത്തുന്ന ജോലികൾ ഇന്നലെ പൂർത്തിയാക്കി. ഉയർന്ന ഗുണനിലവാരം ഉള്ളതിനാൽ നേരത്തെ നിശ്ചയിച്ചതിനേക്കാളും കൂടുതൽ വിപണി മൂല്യം ഇവയ്ക്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കടലിൽ മുക്കിക്കളഞ്ഞ ലഹരിമരുന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നേവിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മദർഷിപ്പിൽ 7 പേരുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. അതേസമയം ലഹരികടത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണത്തിന് NCB വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.
കെൽട്രോൺ AI ക്യാമറ വിവാദത്തിൽ SRITയുടെ വക്കീൽ നോട്ടീസ് തള്ളി പ്രതിപക്ഷം. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും SRITയുടെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനുമാണ് SRIT വക്കീൽ നോട്ടീസ് അയച്ചത്. ആരോപണങ്ങൾ പിൻവലിച്ച് നേതാക്കൾ മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നും SRITയുടെ വക്കീൽ നോട്ടീസ് നിയമപരമായി നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യവസായ സെക്രട്ടറിക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടും റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളായതിനാലാണ് കരാർ അംഗീകരിച്ചതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇതിന്റെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളായതുകൊണ്ടാണ് കരാർ അംഗീകരിച്ചു കൊടുത്തത്. മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? കർണാടകത്തിൽ 40% കമ്മീഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ 80% കമ്മീഷനാണ് ഗവൺമെന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും നിയമപരമായി SRITക്ക് മറുപടി നൽകുമെന്നും പ്രതിപക്ഷ നേതാവും അറിയിച്ചു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ കരാർ ലഭിക്കാൻ 4.5 കോടി യൂണിറ്റാ കമ്പനി കമ്മീഷൻ നൽകിയെന്ന ED കേസിൽ വിചാരണ നടപടികൾക്ക് തുടക്കമായി. 1-ാം പ്രതി M. ശിവശങ്കർ, 7-ാം പ്രതി സന്തോഷ് ഈപ്പൻ എന്നിവർ ഹാജരായി. സ്വപ്ന സുരേഷ് അടക്കമുള്ള മറ്റ് പ്രതികൾ അവധി അപേക്ഷ നൽകി. 4-ാം പ്രതി ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദിന് സമൻസ് നൽകാൻ ആയില്ലെന്ന് ED കോടതി അറിയിച്ചു. കേസ് ജൂൺ 23 മാറ്റി. കല്ലൂർ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടപടികൾ. കേസിൽ M. ശിവശങ്കറിനെയും സന്തോഷ് ഈപ്പനെയും മാത്രമാണ് ED അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജോസ് കെ മാണിയെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ സമ്മർദ്ദതന്ത്രവുമായി ജോസഫ് ഗ്രൂപ്പ്. ഏതെങ്കിലും പാർട്ടിയെ കൊണ്ടുവന്ന് മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യം മധ്യകേരളത്തിൽ ഇല്ലെന്ന് മുതിർന്ന നേതാവ് മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. UDFിനെ വഞ്ചിച്ചു പോയവർ തെറ്റ് തിരുത്തിയാൽ അക്കാര്യം ആലോചിക്കാമെന്നും മോൻസ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ഇല്ലാതെ മധ്യ തിരുവിതാംകൂറിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? കേരള കോൺഗ്രസ് വേണം. കേരള കോൺഗ്രസ് നമ്മളോടൊപ്പം നിൽക്കേണ്ട പാർട്ടിയാണ്. അതൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. ഞങ്ങളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. ന്യൂസ് 18 അഭിമുഖത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞ അഭിപ്രായത്തെ തൽക്കാലത്തേക്കെങ്കിലും തള്ളുകയാണ് ജോസഫ് വിഭാഗം. K. സുധാകരൻ പറഞ്ഞത് വ്യക്തിപരമായ ആഗ്രഹമാണ്. UDF ഇതിനകം തന്നെ മധ്യകേരളത്തിൽ ശക്തമാണ്. ഇപ്പൊ KPCC പ്രസിഡന്റിന്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രസക്തിയും കാണുന്നില്ല. മധ്യകേരളത്തിൽ ശക്തമായിരിക്കും. പാലായിൽ UDF ജയിച്ചു, കടുത്തുരുത്തിയിൽ UDF ജയിച്ചു. UDF ശക്തമായി മധ്യകേരളത്തിൽ നിൽക്കുകയാണ്. ഇനി അത് ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്താ വേണമെന്ന് UDF ആലോചിക്കണം. അത് UDF ആലോചിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി പറയും. ജോസ് കെ മാണി തിരിച്ചെത്തിയാൽ തന്നെ തങ്ങളുടെ സ്ഥാനം പോകാതിരിക്കാനുള്ള അവകാശവാദങ്ങളും ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നു. ജോസ് വിഭാഗം UDFിനെ വഞ്ചിച്ചാണ് പോയതെന്നുകൂടി പറയുന്നു മോൻസ്. UDFിനെ വഞ്ചിച്ചുകൊണ്ട് പലരും വിട്ടുപോയപ്പോഴും UDFിനോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് UDFിനെ ശക്തമായി സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്ത പാർട്ടിയാണ് P. ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ ആ ദൌത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഭാവിയിലെ സാധ്യതകളും ജോസഫ് ഗ്രൂപ്പ് തള്ളിക്കളയുന്നില്ല. വിട്ടുപോയവർ തെറ്റുതിരുത്തിയാൽ ചർച്ചയാകാമെന്ന നിലപാട് തന്നെയാണ് മോൻസ് ജോസഫ് പറഞ്ഞു നിർത്തുന്നത്. UDFിന് വിവിധ കാലഘട്ടങ്ങളിൽ വലിയൊരു നേതൃത്വമാണ് UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ KM മാണി സാറിന്റെ സംഭാവനയും വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അവിഭാജ്യ ഘടകമായിരുന്നു. ഇത് തകർത്തതാരാ? ഞങ്ങൾ ആരെങ്കിലും ആണോ? ഭാവിയിൽ ജോസ് കെ മാണി വിഭാഗം UDFിലേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് ജോസഫ് വിഭാഗം കാണുന്നത്. അത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ സമ്മർദ്ദതന്ത്രങ്ങൾ. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കേരള കോൺഗ്രസ് എം മടങ്ങി വന്നാൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല. എന്നാൽ ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അതിനെപ്പറ്റി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. അവർ UDFിന്റെ ഭാഗമായിരുന്നു. അവർ തിരിച്ചു വരികയാണ് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അല്ല, UDFിലേക്ക് അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ചർച്ചകളൊന്നുമായിട്ടില്ല. SSLC പരീക്ഷാഫലം ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ മെയ് 27 മുൻപ് പൂർത്തിയാക്കണം. മെയ് 23 96 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. SSLC പരീക്ഷാഫലം മെയ് മാസം 20 പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് മാസം 25 പ്രസിദ്ധീകരിക്കും. മെയ് 27 മുമ്പ്
ഞാനിവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം സ്കൂൾ തുറക്കുന്നതുമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ച് മെയ് മാസം 31 ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാർ ഗവൺമെന്റിനെ അറിയിക്കണം ഏതെല്ലാം കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് നോട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെയ് മാസം 23 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 96 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. 96. മലപ്പുറം കീഴ്ശ്ശേരി ആൾക്കൂട്ട കൊലപാതകത്തിൽ 9ാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളിയാഴ്ച രാത്രിയാണ് ബിഹാർ സ്വദേശി രാജേഷ് മാഞ്ചി ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. കേസിൽ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജേഷ് മാഞ്ചി മോഷണ ശ്രമത്തിനിടെ വീടിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് പരിക്കേറ്റുവെന്നാണ് കേസിലെ പ്രതികൾ പറയുന്നത്. ഇതിന്റെ ആധികാരികത ഉറപ്പാക്കാൻ വേണ്ടിയാണ് പോലീസ് കോഴിക്കോട് നിന്ന് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്നത്. കെട്ടിടത്തിന്റെ ഉയരം, രാജേഷ് മാഞ്ചി വീണുവെന്ന് പ്രതികൾ പറയുന്ന സ്ഥലം എന്നിവയാണ് ഇവർ പരിശോധിച്ചത്. രാജേഷിന്റെ ശരീരത്തിൽ ഇത്രയും ഉയരത്തിൽ നിന്ന് വീണാൽ സംഭവിക്കാവുന്ന പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്നാണ് ഫോറൻസിക് സംഘം പരിശോധിക്കുന്നത്. അതേസമയം കേസിലെ 9ാം പ്രതി സൈനുൽ ആബിദിനെ ഇന്ന് സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കേസിലെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. CCTV ക്യാമറകളുള്ള മദ്രസ ഓഫീസിലാണ് ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. രാജേഷ് മാഞ്ചി സംഭവം നടന്ന രാത്രി എപ്പോൾ എങ്ങോട്ടാണ് പോയതെന്ന് ഒപ്പമുള്ളവർക്ക് അറിയില്ലായിരുന്നുവെന്ന് രാജേഷ് മാഞ്ചി ജോലി ചെയ്ത കാലിത്തീറ്റ നിർമ്മാണ ഫാക്ടറി നടത്തിപ്പുകാർ പറഞ്ഞു. ഒരു ദിവസത്തെ പരിചയമേ ഇയാളുമായി ഉണ്ടായിരുന്നുള്ളൂ എന്നും അവർ പറഞ്ഞു. മൂപ്പര് ഇവിടെ വന്നിട്ട് ഒറ്റ ദിവസമായിട്ടുള്ളൂ. ഒരു ദിവസം പണിയെടുത്ത് ശനിയാഴ്ച രാവിലെ നമ്മളിവിടെ വരുമ്പോൾ ഭായിനെ കാണാനില്ലായിരുന്ന ഒപ്പമുള്ള ഭായികൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് ചോദിച്ച് അവർ ഡ്രസ്സും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടുന്ന് പോയതാണോ, പുറത്ത് പോയങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു. ഇല്ല, രാത്രിയാണ് മിസ്സായത്, രാവിലെ ആയപ്പോൾ കാണുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗോഡൗണിലൊക്കെ തപ്പി എവിടെയും കടന്നു ഉറങ്ങുന്നു നോക്കാൻ വേണ്ടി അവിടെ അല്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആണ് പറഞ്ഞാണ് പോലീസിനെ ഇവരെ അറിയിച്ച്. വായികൾ നാട്ടിൽ പോയിട്ട് 2ാമത് വരലുണ്ട്. ഇതങ്ങനെയല്ല, ഇവിടുത്തെ പണിക്കാരൻ നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അതിന് പകരം പണിക്കാർ വേണം. അപ്പോൾ ഒരു ഭായിനെ വേർന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. ഒരൊറ്റ ദിവസം എടുത്തിട്ട് അവരോട് ഗോഡൗണിലാണ് താമസിക്കുക. അതേസമയം രാജേഷ് മാഞ്ചിയുടെ മരണകാരണം വീടിന്റെ മുകളിൽ നിന്ന് വീണതാണെന്ന് പ്രതികളുടെ വീട്ടുകാർ ആവർത്തിച്ചു. രാജേഷ് മാഞ്ചിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാതെ കോഴിക്കോട് തന്നെ സംസ്കരിച്ചു. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം പുനലൂരിൽ ഗർഭിണിയായ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലാർ സ്വദേശിനി 23 വയസ്സുള്ള ശരണ്യയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന ശരണ്യ പുലർച്ചെ മറ്റൊരു റൂമിലേക്ക് മാറിക്കിടന്നു. രാവിലെ മുറി തുറക്കാതായതോടെ വാതിൽ പൊളിച്ച് അകത്ത് കിടന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങളാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ജലയാനങ്ങളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധനകൾ നടത്താൻ സംസ്ഥാനത്ത് ആകെയുള്ളത് ഒരു ചീഫ് സർവേയറാണ്. എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ തങ്ങൾക്കാവുന്നില്ലെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ താനൂരിൽ ഉൾപ്പെടെയുള്ള ബോട്ടുകളുടെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ തുറന്നു സമ്മതിക്കുന്നു. ന്യൂസ് 18 അന്വേഷണം. തുറമുഖ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജലയാനങ്ങളുടെ എണ്ണം 3213 നിർമ്മാണത്തിലുള്ളവയും അനധികൃത ബോട്ടുകളും കണക്കിലെടുത്താൽ എണ്ണം ഇതിലുമേറും. ഒരു വിനോദസഞ്ചാര ബോട്ട് പണിയണമെങ്കിൽ ആദ്യം വകുപ്പിന് കീഴിൽ രജിസ്ട്രാർക്ക് അപേക്ഷ നൽകണം. പിന്നീട് നീറ്റിലിറക്കുന്നതുൾപ്പെടെ ഓരോ ഘട്ടത്തിലും 3ഓളം സർവേകൾ. വള്ളത്തിന്റെ സ്റ്റെബിലിറ്റിയും പൊല്യൂഷൻ, ഫയർ ആൻഡ് സേഫ്റ്റി, ഇൻഷുറൻസ് അടക്കമുള്ള പരിശോധനകൾ നേരിട്ട് കണ്ട് പൂർത്തീകരിച്ചു വേണം ചീഫ് സർവേയർ അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത്. എന്നാൽ തുറമുഖ വകുപ്പിന് കീഴിൽ കേരളത്തിൽ ആകെയുള്ളത് ഒരു ചീഫ് സർവേയർ മാത്രമാണ്. എന്നാൽ ഈ ഏക ഉദ്യോഗസ്ഥന് എത്രമാത്രം പരിശോധനകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നത് സുപ്രധാന ചോദ്യമാണ്. അതുകൊണ്ട് നേരിട്ട് ബോധ്യപ്പെടേണ്ട ഫിറ്റ്നസ് അടക്കമുള്ള പരിശോധനകൾക്ക് പരിമിതികളേറുന്നു എന്നത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ തുറന്നു സമ്മതിക്കുന്നു. ആകെ 2 സർവേയറും ഒരു ചീഫ് സർവേയറും മാത്രമേ ഉള്ളൂ. ആ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നമ്മളെങ്ങനെ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റും? അതാത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിയമത്തിന്റെ മാത്രമല്ല, കടലിൽ ഓടാൻ ശക്തമായതല്ലേ ഫിഷിംഗ് ബോട്ട്. ഇത് ഓടുന്നത് അതൊന്നും അല്ല അതിനകത്ത് വിഷയം.
PSC നിയമനമല്ലാത്തതുകൊണ്ട് തന്നെ സർവേയർമാരിൽ പലരും കരാർ നിയമനത്തിലുള്ളവരാണ്. ബോട്ടിന് രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തുടർ വർഷങ്ങളിലും ഫിറ്റ്നസ് പരിശോധനകൾ നടത്തിയിരിക്കണം. 5 വർഷത്തിൽ 2 തവണ കരയ്ക്ക് കയറ്റിയുള്ള പരിശോധനയും. കേരളത്തിലുള്ള 3000-ലധികം ബോട്ടുകൾക്ക് ഈ പരിശോധനകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരായ ചീഫ് സർവേയർക്കും 2 സർവേയർമാർക്കും എങ്ങനെ കഴിയുന്നു എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. സംസ്ഥാനത്തിന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന കായൽ വിനോദസഞ്ചാര മേഖലയിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ തുറമുഖ വകുപ്പിനെ പരിമിതികളിൽ നിന്ന് കരകയറ്റിയേ മതിയാകൂ. തുറമുഖ വകുപ്പിന്റെ പരിശോധനയുടെ നിലവാര തകർച്ചയിൽ പ്രതിസ്ഥാനത്ത് സർക്കാരാണ്. കേരളത്തിലുടനീളം 3000-ലധികം ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളുടെ പരിശോധന വിരലിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് 22 ജീവനുകൾ പൊലിഞ്ഞ ഘട്ടത്തിലെങ്കിലും സർക്കാർ വിശദീകരിക്കണം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആദ്യ ബാച്ച് ജീവനക്കാരുടെ കുടുംബസംഗമം കൊച്ചിയിൽ നടന്നു. 1973-ലെ ആദ്യ ബാച്ചിലെ 60 പേരാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയിൽ ഒത്തുചേർന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആദ്യ ബാച്ച് ജീവനക്കാരുടെ സംഗമം ശ്രദ്ധേയമാകുന്നത് സൗഹൃദങ്ങളുടെ കാലപ്പഴക്കം കൊണ്ടാണ്. 50 വർഷം മുൻപ് ഒന്നിച്ച് ജോലി ചെയ്തവരാണ് വീണ്ടും ഒത്തുകൂടിയത്. പ്രായത്തിൽ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലും ശരീരത്തിലും അതില്ല. ഞങ്ങളുടെ റാണി പത്മിനിയുടെ ആദ്യത്തെ അതിന് മുമ്പ് തന്നെ ഉള്ള ശാല, കൊഷിയ എന്നുള്ള ചെറിയ ചെറിയ കപ്പലുകൾ ഉണ്ടാക്കിയാണ് പഠിച്ചത്. വീണ്ടും അതിനുശേഷം ഞങ്ങൾ റാണി പത്മിനിയിലേക്ക് കയറി. റാണി പത്മിനി നിർമ്മാണം പൂർത്തിയാക്കി കടലിലിറക്കി. വീണ്ടും അതിനെ തുടർന്ന് ഏതാണ്ട് 10-35ഓളം ഷിപ്പുകൾ ഇന്നലെ വരെ കണക്ക് കൂട്ടുമ്പോൾ ഇതിനകത്ത് നിർമ്മാണം പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപക്ഷെ തുടക്കം കുറിച്ചത് ഞങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മക്കളും പേരക്കുട്ടികളുമായി എത്തിയവർ ഏറെ. ഈ അപൂർവ ഒത്തുചേരലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവെച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ചെയർമാൻ മധു എസ് നായർ. നമ്മളെപ്പോഴും പറയില്ലേ, ഒരു ഹ്യൂമൻ ബീയിങ്സിന് നിറകിൽ കൈവച്ച ഒരു അനുഗ്രഹം വേണമെന്ന് പറയുന്ന പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞങ്ങളെല്ലാം ഇന്ന് വിശ്വസിക്കുന്നത് ഈ ബാച്ചും അത് കഴിഞ്ഞുള്ള ബാച്ചസിൻ്റെയും ആ അനുഗ്രഹം നിറകിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ വീണ്ടും ഒരുമിച്ച് വരാൻ കഴിയുന്നതെല്ലാം വലിയ ഭാഗ്യമുള്ള കാര്യങ്ങൾ. അതെല്ലാം ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ബിയോണ്ട് വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. വളരെ സന്തോഷമുള്ള കാര്യം. ന്യൂസ് 18 കൊച്ചി.